ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ നോവോ ഹൊറിസോണ്ടിനൊക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മറുടെ പ്രകടനം ഒന്ന് മോശമായിരുന്നു. പലരും ആ അവസരം മുതലെടുത്തു. നെയ്മർ ജൂനിയർക്കെതിരെ വലിയ വിമർശനങ്ങൾ അഴിച്ചുവിട്ടു. നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് പോലും ഈ ഒരൊറ്റ മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഈ വിമർശനങ്ങൾ ഒന്നും തന്നെ നെയ്മറുടെ രോമത്തിൽ പോലും ഏറ്റില്ല എന്നുള്ളതാണ് വസ്തുത. തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ ഈ വിമർശകർക്കെല്ലാം മറുപടി നൽകാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വാസ്കോക്കെതിരെ നടന്ന മത്സരത്തിൽ 2 കിടിലൻ ഗോളുകളാണ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ വാസ്കോയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ സാന്റോസിന് കഴിഞ്ഞപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ തന്നെയാണ്. അതായത് കുറച്ച് സമയമെങ്കിലും വിമർശകർക്ക് വിമർശിക്കാനുള്ള ഒരു അവസരം നെയ്മർ ജൂനിയർ നൽകിയില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ നെയ്മർ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അവരുടെ വാ അടപ്പിക്കുകയായിരുന്നു. ഏതായാലും നെയ്മറുടെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. വാസ്കോക്കെതിരെ 2 ഗോളുകൾ അദ്ദേഹം നേടി. ഇനി എക്സ്പെക്റ്റഡ് ഗോളുകൾ അഥവാ XG വരുന്നത് 0.51 ആണ്. 4 ഷോട്ടുകൾ നെയ്മർ എടുത്തു. അതിൽ 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്കാണ്. 2 കീ പാസുകൾ, 15 ഗ്രൗണ്ട് ഡുവലുകളിൽ 8 എണ്ണം നെയ്മർ വോൺ ചെയ്തു. 5 ഫൗളുകൾ നെയ്മർക്ക് നേരിടേണ്ടി വന്നു. സോഫ സ്കോറിന്റെ ഒരു റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത് 9.2 ആണ്. അങ്ങനെ മികച്ച പ്രകടനമാണ് നെയ്മർ നടത്തിയിട്ടുള്ളത്. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കണക്ക് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് അവസാനത്തെ 7 മത്സരങ്ങളിൽ സാന്റോസിന് വേണ്ടി കളിച്ച അവസാനത്തെ 7 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 6 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനർത്ഥം നെയ്മർ ജൂനിയർ മികച്ച ഫോമിലാണ് എന്നുള്ളതാണ്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നല്ല രൂപത്തിൽ കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും മുഴുവൻ സമയവും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം ഈ മത്സരത്തിൽ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും വിമർശനങ്ങളൊന്നും നെയ്മറെ ബാധിച്ചില്ല. എല്ലാവർക്കും ബൂട്ട് കൊണ്ട് തന്നെ അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.